ശരീരത്തിൽ പച്ച കുത്തിയതിന്റെ പേരിൽ ന്യൂജൻ പിള്ളേരെ മാറ്റി നിർത്തുന്ന ചിലരെയെങ്കിലും നമ്മുടെ പള്ളിയുടെ വകയിൽ കാണാറില്ലേ? പക്ഷെ പുതിയ തലമുറയെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ അവരുടെ രീതികളും മാറ്റങ്ങളും ഉൾക്കൊള്ളണമെന്ന നിലപാട് സ്വീകരിക്കുകയാണ് വത്തിക്കാൻ. പുതുതലമുറയിൽ കുറഞ്ഞു വരുന്ന ആത്മീയതയ്ക്ക് ഇതൊരു പരിഹാരമാകുമെന്നും ജൻസികളിലേക്ക് ക്രിസ്തുവിനെ കൊടുക്കാൻ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറുന്നത് നല്ലതായിരിക്കുമെന്നുമാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ഫോളോവേഴ്സ് ഉള്ള അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും വത്തിക്കാനിൽ നടക്കുന്ന ഒരു യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നു. ഏതാണ്ട് 1000ഓളം പേർക്കാണ് ഈ ക്ഷണം ലഭിച്ചത്. 2 കൈയിലും പച്ചകുത്തിയ ബോഡി ബിൽഡറായുള്ള ഇറ്റലിയിലെ ഫാദർ ഗുസെപ്പെ ഫുസാരിയ ഇവരിൽ പ്രധാനിയാണ്. 60,000-ലധികം ഫോളോവേഴ്സാണ് ഫാദർ ഫുസാരിയയ്ക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്. ആളുകളെ സഭയുമായി അടുപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. 58-കാരനായ ഫാദർ ആത്മീയ ചിന്തകൾക്കൊപ്പം തന്നെ തന്റെ ടാറ്റുവിനെയും പ്രൊജക്ട് ചെയ്യുന്ന ചിത്രങ്ങൾ ഇൻസ്റ്റയിൽ പങ്കുവെക്കാറുണ്ട്. ആഗോള സമൂഹത്തിൽ സോഷ്യൽ മീഡിയയ്ക്കുള്ള സ്വാധീനം വലുതാണെന്ന് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയും പറഞ്ഞിരുന്നു. കത്തോലിക്ക സഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്താകമാനം ജൻസികളിൽ 34% പേരും പള്ളിയുമായി ഒരു ബന്ധവും പുലർത്തുന്നില്ല എന്നാണ്. അതേസമയം ചിലയിടത്ത്, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, യുവാക്കൾ കത്തോലിക്ക പള്ളികളിലേക്ക് അടുക്കുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗം ഞായറാഴ്ച കുർബാനയ്ക്കും സൺഡേ സ്കൂളിലും പോകാത്തവരാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ലിയോ 14 മാർപ്പാപ്പയും ശരിവെക്കുന്നതിന്റെ ഉദാഹരണമാണ് കത്തോലിക്ക സഭ മാറ്റങ്ങളോട് കാട്ടുന്ന ഈ തുറന്ന മനോഭാവത്തിന്റെ പിന്നിലും.